30 സുവർണ വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ബിജു മേനോൻ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബിജു ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു 30 വർഷത്തെ യാത്ര നമ്മളിവിടെ മാധ്യമ സുഹൃത്തുക്കൾക്കൊപ്പം ആഘോഷിക്കുകയാണ്. ചെറിയ കേക്ക് കുറിച്ചുകൊണ്ട് നമ്മളത് ആഘോഷമാക്കുന്നു. അതായത് ഇനിയും 30 വർഷങ്ങളോ അതിലപ്പുറമോ ഒക്കെ മലയാള സിനിമയിൽ സ്ഥാനമുണ്ട്. ബിജു ചേട്ടനെ എല്ലാ ആദരവോടും സ്നേഹത്തോടും കൂടി ആ ഒരു കേക്ക് കട്ടിങ് സെറിമണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Thank you, dude. All unexpected. Emotional level. കേക്ക് വന്ന പോലെ ഇവിടെ അപ്രതീക്ഷിതമായിട്ട് കേക്ക് വന്ന പോലെ ഒട്ടും അങ്ങനെ ആക്സിഡന്റലായിട്ട് സിനിമയിൽ വന്ന ഒരാളാണല്ലോ. 30 വർഷമായി നാഷണൽ അവാർഡ് ഉൾപ്പെടെയുള്ള നേട്ടങ്ങളുണ്ട് സിനിമയിൽ. ഒരുപാട് ആളുകൾ ഓർത്തു വയ്ക്കുന്ന, പിന്നെയും പിന്നെയും കാണാൻ ആഗ്രഹിക്കുന്ന, പുനർവായിക്കുന്ന കഥാപാത്രങ്ങളുണ്ട്. 30 വർഷത്തെ ജേണി എങ്ങനെയാണെന്ന് ഞങ്ങളോടൊന്ന് പറയാം. അതിൻ്റെ ജോയ് 30 വർഷത്തോടെ പ്രതീക്ഷിക്കാതെ ഈ വിഘ്നങ്ങൾ തിരങ്കടവതിക്ക് കൊടുക്കുന്ന പോലെ തുടങ്ങിയതാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഈ നരച്ചു വെച്ചു. ഈ ജേർണി എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തുടങ്ങിയതാണ്. അന്നൊന്നും സീരിയസ് അല്ലായിരുന്നു. ആക്ച്വലി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് തുടങ്ങി. സിനിമ എന്ന് കുറേ കാര്യം കഴിഞ്ഞ് നമ്മുടെ ജീവിതം ആവിതാണെന്ന് അറിഞ്ഞ് കുറച്ചുകൂടെ സിനിമയെ സീരിയസ് ആയിട്ട് കാണാനും സ്നേഹിക്കാനും കുഴപ്പമില്ലാതെ ഈ വർഷം വരപ്പോൾ വളരെ സന്തോഷം. ഇങ്ങനൊരു 30 വർഷം പോലൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഭാഗ്യമായിട്ട് ചേച്ചി കൂടെ കൂട്ടിയിട്ട് 22 വർഷമായിട്ടുള്ളൂ. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് അല്ല, തീർച്ചയായിട്ടും അല്ല. എനിക്ക് പക്ഷെ എനിക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട്. ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കറക്റ്റ് ആയാൽ മാത്രമല്ല നമുക്ക് ഫ്രീ ആയിട്ട് സിനിമകളൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് വന്ന ഒരാളുടെ രീതിയിൽ സുഹൃത്തിൻ്റെ സപ്പോർട്ട് വളരെ വലുതാണ്. സിനിമകൾ കണ്ടിട്ടാണെങ്കിലും നമ്മുടെ കുഴപ്പങ്ങളായിരിക്കും നമ്മൾ കൂടുതലായിരിക്കും ഫീൽ ചെയ്യാൻ. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേറെ സിനിമകൾ കാണാൻ പ്രേരിപ്പിക്കാത്ത സിനിമയെ സപ്പോർട്ട് തന്നെയാണ് തീർച്ചയായും.